പാലക്കാട് ജെ.ഡി.യു യോഗത്തിൽ ബഹളം. മുന്നണി മാറ്റ തർക്കമാണ് ബഹളത്തിൽ കലാശിച്ചത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എ.കെ. ലതീഷ്, മറ്റ് വിശദാംശങ്ങൾ. അരുൺ, ജെ.ഡി.യുവിന്റെ നിർണായക സംസ്ഥാന കൗൺസിൽ ചേരാനിരിക്കെയാണ് പാർട്ടിക്കുള്ളിൽ മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ചേരിപ്പോര് ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത്. ജനതാദൾ യു പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗത്തിൽ വാക്കേറ്റവും വലിയ ബഹളവും ഉണ്ടായി. മുന്നണി മാറ്റം സംബന്ധിച്ച തർക്കമാണ് ബഹളത്തിന് ഇടയാക്കിയത്. UDF-ൽ തുടരണമെന്ന് വാദിക്കുന്നവരാണ് യോഗത്തിൽ ബഹളം വെച്ചത്. തങ്ങളെ യോഗത്തിലേക്ക് വിളിച്ചില്ലെന്ന് ഇവർ ആരോപിക്കുകയായിരുന്നു. അഡ്വക്കേറ്റ് ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു ബഹളം. കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു വിഭാഗം പ്രവർത്തകർ JDS-ലേക്ക് മടങ്ങിയ ശേഷം ഭാസ്കരൻ അധ്യക്ഷനായുള്ള താൽക്കാലിക സംവിധാനമാണ് പാലക്കാട് ജെഡിയുവിനുള്ളത്. യോഗത്തിനെതിരെ ചാരുപാറ രവി, സംസ്ഥാന സമിതി അംഗം കൂടിയായ ചാരുപാറ രവിയാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഇദ്ദേഹം ഇടപെട്ടാണ് പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായ ഒരു ശമനം ഉണ്ടാക്കിയത്. ബഹളം വെച്ച ഒരു വിഭാഗത്തിന്റെ നേതാക്കളെ അഡ്വക്കേറ്റ് ജോൺ അടക്കമുള്ളവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ കൗൺസിൽ യോഗം പുരോഗമിക്കുന്നത്. ഇതുവരെ ഒരു 7ഓളം പേർ സംസാരിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഭൂരിഭാഗം അംഗങ്ങളും UDF-ൽ തുടരുന്നത് ആത്മഹത്യാപരമാണ്, അല്ലെങ്കിൽ UDF വിടണമെന്ന ഒരു വികാരമാണ് പങ്കുവച്ചതെന്നാണ് നമുക്ക് പുറത്തേക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പാലക്കാട്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീരേന്ദ്രകുമാറിന്റെ തോൽവിക്ക് ശേഷം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജെഡിയുവിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. പാർട്ടിയെ സംബന്ധിച്ച് പറഞ്ഞാൽ കെ കൃഷ്ണൻകുട്ടിയുടെ വിഭാഗത്തിലുള്ള ഒരു വലിയ വിഭാഗം പ്രവർത്തകർ പാർട്ടി വിട്ടുപോയ ശേഷം, അതായത് ജനതാദൾ എസിലേക്ക് തിരിച്ചു പോയ ശേഷം വളരെ ചെറിയൊരു പാർട്ടിയായി, വളരെ ആൾ കുറഞ്ഞ ഒരു സംഘമായി മാത്രമാണ് ഇപ്പോൾ പാലക്കാട്ട് JDU പ്രവർത്തിക്കുന്നത്. എന്നാലും JDU-വിന്റെ പാലക്കാട്ട് ജില്ലാ കമ്മിറ്റി ഇന്നെടുക്കുന്ന തീരുമാനം വളരെ നിർണായകമാണ്. പാലക്കാട്ട് തോൽവി സംബന്ധിച്ച പ്രശ്നമാണ് UDF വിടണമെന്ന അഭിപ്രായത്തിലേക്ക് ജനതാദൾ യുവിനെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ പാലക്കാട്ട് ഇന്ന് നടക്കുന്ന യോഗത്തിന്റെ തീരുമാനം എന്തായാലും വളരെ നിർണായകമാവും.